മഹാവിധി എന്ത്? നരേന്ദ്രമോദിയും അമിത്ഷായും പ്രചണ്ഡ പ്രചാരണം നടത്തിയ മഹാരാഷ്ട്ര. നിലവിലെ ഭരണകക്ഷിയായ മഹായുതി നേരിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാകുമോ? ജാർഖണ്ഡിൽ JMMO BJP. മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും മുൻതൂക്കമാർക്ക്. ഏറ്റവും പുതിയ വിവരങ്ങൾ കൃത്യമായി അപ്പോൾ നാളെ രാവിലെ 6 മുതൽ ന്യൂസ് 18 കേരളത്തിൽ. എക്സിറ്റ് പോളിൽ നിന്ന് എക്സാക്ട് പോളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഉണ്ടാകണം ഞങ്ങൾക്കൊപ്പം. സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. അമ്മു സജീവ് നിരന്തരം പീഡനം നേരിട്ടതായി കുടുംബം. കൊലപാതകമാണെന്ന് അന്വേഷണത്തിൽ തെളിയുമെന്ന് സഹോദരൻ. കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുന്നതായി ആക്ഷേപം. അറസ്റ്റിലായ സഹപാഠികൾ റിമാൻഡിൽ. തൃത്താല മുടവന്നൂരിലെ മണ്ണ് ഖനനത്തിൽ പ്രതിഷേധം. കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ് ശുദ്ധജല പദ്ധതിക്ക് സമീപം. നടപടിയില്ലെങ്കിൽ സമരം ചെയ്യുമെന്ന് കോൺഗ്രസ്. പ്രതിസന്ധി ഒഴിയാതെ ഇടുക്കി അയ്യപ്പൻ കോവിലിലെ തോട്ടം തൊഴിലാളികൾ. തോട്ടം പൂട്ടിയതോടെ കുടുംബങ്ങൾ പട്ടിണിയിൽ. ശമ്പളവും ആനുകൂല്യവും മുടങ്ങിയിട്ട മാസങ്ങൾ. പത്തനംതിട്ട ഇലവുങ്കലിൽ വാഹനാപകടം. കാറും ബസും കൂട്ടിയിടിച്ചു. അപകടത്തിൽപ്പെട്ടത് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പന്മാർ. വെല്ലുവിളിയൊഴിയാതെ വയനാട് പുനരധിവാസം. എസ്റ്റേറ്റ് ഉടമകളുടെ കോടതി വ്യവഹാരം സർക്കാരിന് തിരിച്ചടി. ഭൂമി ഏറ്റെടുക്കലിനെതിരെ നിയമപോരാട്ടം നടത്തുന്നത് എസ്റ്റേറ്റ് ഉടമകൾ. ദുരൂഹത മാറുന്നില്ല. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ പ്രതികളെ റിമാൻഡ് ചെയ്തു. അമ്മുവിന്റെ സഹപാഠികളായ 3 പേരെയും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശി നാരായണൻ ചേരും. അമ്മു സജീവിന് നിരന്തരമായി പീഡനം ഏൽക്കേണ്ടി വന്നതായും സഹപാഠികളിൽ നിന്നാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായത് എന്നുമായിരുന്നു കുടുംബത്തിന്റെ ആരോപണം. അമ്മുവിൻ്റേത് ആത്മഹത്യയല്ല, മറിച്ച് കൊലപാതകമാണ് എന്ന നിലപാടായിരുന്നു അമ്മുവിൻ്റെ കുടുംബം ആരോപിച്ചത്. പ്രത്യേകിച്ച് അമ്മുവിൻ്റെ സഹോദരൻ ഉൾപ്പെടെ. ഇപ്പോഴിതാ അന്വേഷണം മുന്നോട്ടു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് 3 സഹപാഠികൾ അറസ്റ്റിലായത്. ഈ അറസ്റ്റിലായ സഹപാഠികളെ വൈദ്യപരിശോധനയ്ക്കും മറ്റും ശേഷം ആയിരുന്നു കോടതി മുമ്പാകെ ഹാജരാക്കിയത്. കോടതിക്ക് മുന്നിൽ ഈ സഹപാഠികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. അമ്മുവിൻ്റെ സഹപാഠികളായ 3 പേരെയും 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തത്. അമ്മു സജീവിന് നിരന്തരം പീഡനം നേരിട്ടിരുന്നു എന്നാണ് കുടുംബം ന്യൂസ് 18നോട് നേരത്തെ പറഞ്ഞത്. കൊലപാതകമാണ് എന്ന് അന്വേഷണത്തിൽ തെളിയുമെന്നും കോളേജ് അധികൃതർ യാഥാർത്ഥ്യം മൂടിവെക്കുകയാണ് എന്നും കുടുംബം ആരോപിച്ചു. 4 വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന. ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന്റെ ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചൊലിക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന് ക്ലാസ് ടീച്ചർ ഇടപെട്ട് താക്കീത് നൽകിയെങ്കിലും വേട്ടയാടൽ തുടർന്നു. എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിച്ചിരുന്നു അമ്മു.
ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം ഇവളാം പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളവിടിരിയെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റെങ്കിലും കൊലപാതകമാണ് സംഭവിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മുവിന്റെ സഹോദരൻ അഖില്. ആത്മഹത്യാപ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തെ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അഗ്രിമെന്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഇത് ഉറപ്പിടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അഗ്രിമെന്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതൊരു മോഡലിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ കുറിച്ചത് സഹോദരിയല്ല എന്ന് തെളിയിക്കാൻ കൈയക്ഷരം തെളിവായി നൽകുന്നു അഖിൽ. ഫോൺ ലോക്ക് ചെയ്യാതെ കിട്ടിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അമ്മൂൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും ഹോസ്റ്റൽ വാർഡന്റെയും കള്ളത്തരങ്ങൾ സത്യാവസ്ഥ മൂടിവെക്കാനാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം അമ്മു ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് സ്വീകാര്യത കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്നും മൂടി വയ്ക്കാൻ മറച്ചു വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് സജീവനും കുടുംബവും. മകൾ നേരിട്ട നിരന്തര പീഡനത്തിൽ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത കോളേജ് അധികൃതരെ വിശ്വാസത്തിൽ എടുക്കുന്നുമില്ല. ന്യൂസ് 18 തിരുവനന്തപുരം. പാലക്കാട് തൃത്താല മുടവന്നൂരിലെ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധം. സ്വകാര്യ വ്യക്തിയുടെ നേതൃത്വത്തിലാണ് കുന്നിടിച്ചുള്ള മണ്ണെടുപ്പ്. തൃശൂർ, പാലക്കാട് ജില്ലകളിലെ 12 പഞ്ചായത്തുകൾക്കുള്ള ശുദ്ധജല പദ്ധതിക്ക് സമീപമാണ് നിയമം ലംഘിച്ചുള്ള മണ്ണെടുപ്പ്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് കുന്നിടിച്ച് നിരത്തുന്നത്. മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചാണ് ഖനനം. ഇത് ശുദ്ധജല പ്ലാന്റിന് ഭീഷണിയാണെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. തൃത്താല നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയ കുടിവെള്ള പദ്ധതിയായ പാവർട്ടി ജല വിതരണ പദ്ധതിയുടെ ഓഫീസും അനുബന്ധ കെട്ടിടങ്ങൾ പമ്പിംഗ് സ്റ്റേഷനുമാണ് ഈ കുന്നിന് മുകളിലായി കാണുന്നത്. ഇതിന്റെ തൊട്ട് താഴെ നിന്ന് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കടന്നു പോകുന്ന മേഖലയിൽ നിന്ന് പോലും ഇത്തരത്തിൽ മണ്ണ് മാന്തി എടുത്തുകൊണ്ട് വലിയ തോതിൽ ജലവിതരണ പൈപ്പുകൾ കടന്നു പോകുന്ന മേഖലയിൽ അടക്കം മണ്ണ് മാന്തി എടുത്തുകൊണ്ട് വലിയ ഭീഷണി ജനജീവിതത്തിന് ഉയർത്തുന്ന രീതിയിലാണ് ഈ മണ്ണ് മാഫിയ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പാവറട്ടി ശുദ്ധജല വിതരണ പദ്ധതിക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കാട്ടി തൃത്താല ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്തും നൽകിയിരുന്നു. അനുമതിയുടെ മറവിൽ അളവിൽ കൂടുതൽ മണ്ണ് കടത്തുന്നുണ്ടെന്നും പിന്നിൽ മാഫിയ പ്രവർത്തിക്കുന്നതായും കോൺഗ്രസ് ആരോപിക്കുന്നു. ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ സ്പോട്ടിലേക്ക് വിളിച്ചു വരുത്തി. ബന്ധപ്പെട്ട AE വന്നു, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ അധികാരികൾ വന്നു. ആ സ്ഥലം പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് അവിടെ ഒരു സ്ത്രീയുടെ പേരിൽ ഒരു 800 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു പ്രദേശത്ത് നിന്ന് മണ്ണ് മാറ്റാനുള്ള അനുവാദമാണ് കൊടുത്തത് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമായി അതിന്റെ ബന്ധപ്പെട്ട അധികാരികളുമായി നിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ആ സ്ഥലം സന്ദർശിക്കുന്നതിനോ അത് തടയുന്നതിനോ യാതൊരു നടപടി സ്വീകരിച്ചില്ല. ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും വരും ദിവസങ്ങളിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും തൃത്താല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് 18 തൃത്താല. ഇടുക്കി അയ്യപ്പൻ കോവിലിൽ വലിയ ദുരിതത്തിലാണ് തോട്ടം തൊഴിലാളികൾ. തോട്ടം പൂട്ടിയതാണ് പ്രതിസന്ധിക്ക് കാരണം. മേരികുളം അയ്യരുപാറ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ കഷ്ടപ്പാടിലായിട്ട് മാസങ്ങളായി. വല്ലപ്പോഴും ലഭിക്കുന്ന കൂലിപ്പണിയിൽ നിന്നുള്ള തുച്ഛമായ തുകയാണ് ജീവിക്കാൻ ആകെയുള്ളത്. நாங்கள் 40 வருஷம் ஆச்சு. நாங்கள் பிள்ளைருக்கு கொச்சி பிள்ளைரு எல்லாம் வச்சிருக்கு எஸ்டேட்டை இழுத்து மூடியாச்சு. முதலாளி நம்மளுக்கு ஒரு நல்லது சொல்லும்போது நாங்கள் இன்னி வரைக்கும் அவரை நினச்சி ஓர்மைப்பட்டு உட்காந்துருக்கோம் எஸ்டேட்டில் காற்று. இப்போ எங்களுக்கு கஞ்சிக்கு ஒன்றுக்கு வழி இல்லை, சாப்பாட்டுக்கும் இல்லை, பிள்ளைருக்கு ஒரு பால் வாங்க கூட காசு இல்லை. 40 വർഷമായി എസ്റ്റേറ്റിൽ പണിയെടുത്ത തൊഴിലാളികളാണ് തോട്ടം പൂട്ടിയതോടെ പ്രയാസത്തിലായത്. തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യവുമായി ലക്ഷങ്ങളാണ് കിട്ടാനുള്ളത്. ഞാൻ കഞ്ചിക്കാ വഴിയില്ലാമ ഇരിക്കേ. எனக்கு ஆறு கஞ்சி கொடுத்துருக்கு. இந்த ஓனர் எங்களை இப்படி போட்டிருக்கு. எங்களுக்கு ஓனர் ஒரு நல்ல வழி சொல்லணும்.
நாங்க என்ன பண்ணுறது? அவர் அப்படியே இருந்தா நாங்க என்ன செய்யறது? இல்லாட்டி நாங்க செத்து மடியும், വേസ്റ്റ് കുടിച്ച് നാങ്ക ചാകും. ശമ്പളമില്ലാതായതോടെ പല കുടുംബങ്ങളും പട്ടിണിയിലാണ്. കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങുന്ന സ്ഥിതി. ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാത്തവരാണ് ഈ തൊഴിലാളികൾ. ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അധികൃതർ ഇടപെടൽ തേടുകയാണ് ഇവർ. ന്യൂസ് 18 ഇടുക്കി. പത്തനംതിട്ട ശബരിമല പാതയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. ഇലവുങ്കലിന് സമീപം വട്ടപ്പാറയിൽ തീർത്ഥാടകർ സഞ്ചരിച്ച കാറും ബസും ആണ് കൂട്ടിയിടിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ ബസും തെലങ്കാനയിൽ നിന്ന് എത്തിയവരുടെ കാറും ആണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും സാരമായ പരിക്കില്ല. സംസ്ഥാനത്തെ ഞെട്ടിച്ച വലിയ സ്വർണ്ണക്കവർച്ചകളിൽ ഒന്നാണ് കഴിഞ്ഞ രാത്രി മലപ്പുറത്ത് നടന്നത്. മലപ്പുറം പെരിന്തൽമണ്ണ ടൗണിൽ ജ്വല്ലറി ഉടമയുടെ സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി കവർന്നത് 3.5 കിലോ സ്വർണം ആണ്. കേസിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമയം രാത്രി 9 മണി. പെരിന്തൽമണ്ണയിലെ MK ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു ഉടമ കിനാദിയിൽ യൂസഫും സഹോദരൻ ഷാനവാസും. MK ജ്വല്ലറി ഓടിട്ട കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിനാൽ സ്വർണം ജ്വല്ലറിയിൽ സൂക്ഷിക്കുന്നത് സുരക്ഷിതമല്ലാത്തതിനാൽ എന്നും രാത്രി വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പതിവ്. എന്നത്തെയും പോലെ ഇന്നലെയും സഹോദരനൊപ്പം സ്വർണവുമായി സ്കൂട്ടറിൽ മടങ്ങുകയായിരുന്നു യൂസഫ്. ഇരുവരും യാത്ര തിരിച്ചതിന് പിന്നാലെ മഹീന്ദ്ര കാർ പിന്തുടർന്നു. കാറിലുള്ള സംഘം തങ്ങളെ പിന്തുടരുന്നതായി യൂസഫും സഹോദരനും തിരിച്ചറിഞ്ഞു. കുറച്ചു സമയം പിന്തുടർന്ന ശേഷം കാർ സ്കൂട്ടർ ഇടിച്ചിട്ടു. പെരിന്തൽമണ്ണ പട്ടാമ്പി റോഡിൽ അലങ്കാർ തിയേറ്ററിന് സമീപമായിരുന്നു വാഹനം. അപ്പോൾ യൂസഫിന്റെ മുഖത്ത് കുരുമുളക് സ്പ്രേ അടിച്ച ശേഷം മുഖത്തടിക്കുകയും സ്വർണമടങ്ങിയ ബാഗുമായി സംഘം കാറിൽ കടന്നുകളയുകയും ചെയ്തു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ കവർച്ച പൂർത്തിയാക്കി സംഘം മടങ്ങി. ഞങ്ങൾ കടടച്ച് അങ്ങനെ വീട്ടിലെത്താൻ നേരത്തെ ഒരു വണ്ടി വന്നിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ വീണിട്ട് അപ്പത്തിന് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആളുകൾ വന്നിട്ട് ഞങ്ങളെ അടിച്ച് ഒരാൾ വന്ന് എൻ്റെ മുഖത്ത് സ്പ്രേ ചെയ്ത് കണ്ണുക്കായില്ല, എൻ്റെ ഇവിടെ കായി. പിന്നെ എന്നെ രണ്ടാളി അടിച്ചിട്ടിട്ട് അവർ സാധനം കൊണ്ടുപോയി. ഡിക്കിലുള്ള സാധനം എടുത്തുക്കണം. എൻ്റെ ബാഗിൽ തോളിലൊരു ബാഗ് ഉണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. യൂസഫിന്റെയും സഹോദരന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസിന് CCTV ദൃശ്യം തന്നെയായിരുന്നു പ്രധാന തുമ്പ്. CCTV ദൃശ്യം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണവും വാഹന പരിശോധനയും ഒടുവിൽ 4 പേരിലേക്കെത്തി. കണ്ണൂർ സ്വദേശികളായ പ്രബിൻ ലാൽ, ലിജിൻ രാജൻ, തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സതീശൻ, നിഖിൽ എന്നിവർ കസ്റ്റഡിയിലായി. 4 പേരെ പോലീസ് പിടികൂടിയെങ്കിലും സ്വർണം എവിടെയെന്ന് കണ്ടെത്താനായിട്ടില്ല. 5 പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ. അറിയുന്നത് 4 പേരെന്നാണ്. അവിടെ എത്ര പേര് സംഘത്തിലുണ്ടായിരുന്നു? അതെല്ലാം ഞങ്ങളുടെ ചോദ്യം ചെയ്യലിന് ശേഷം പറയാൻ പറ്റും. മലപ്പുറത്ത് അടുത്തിടെയായി വർദ്ധിച്ചു വരുന്ന സ്വർണം പൊട്ടിക്കൽ കവർച്ചാ കേസുകളിൽ കസ്റ്റഡിയിലായവർക്ക് ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് പോലീസ്. കസ്റ്റഡിയിലുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നേക്കും. ന്യൂസ് 18 മലപ്പുറം. ആംബുലൻസിന് വഴിമുടക്കി കാറിന്റെ യാത്ര. കാസർഗോഡ് നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെ ആണ് സൈഡ് കൊടുക്കാതെ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ RTOയ്ക്ക് പരാതി നൽകി. കാസർകോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അത്യാസന്ന നിലയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസിനെയാണ് സൈഡ് കൊടുക്കാതെ കാർ യാത്രികൻ കിലോമീറ്ററുകളോളം യാത്ര തടസ്സപ്പെടുത്തിയത്. വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. KL 48K 9888 നമ്പർ ഹുണ്ടായി കാറാണ് ആംബുലൻസിന്റെ വഴിമുടക്കിയത്. ബേക്കൽ മുതൽ കാഞ്ഞങ്ങാട് ടൗൺ പിന്നിടുന്നതുവരെ കാർ സൈഡ് കൊടുക്കാതെ യാത്ര ചെയ്യുന്നത് ആംബുലൻസ് ഡ്രൈവർ തന്നെയാണ് മൊബൈലിൽ ചിത്രീകരിച്ചത്. ഇതിനിടയിൽ മടിയനിലും കാഞ്ഞങ്ങാട്ടുമായി മറ്റു വാഹനങ്ങളിൽ കാർ ഇടിച്ചതായും ആംബുലൻസ് ഡ്രൈവർ പറയുന്നു. മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. അതിനിടെ 2 വണ്ടിക്കാർ ഇടുക്കി നിർത്താണ്ടുകയും ചെയ്തു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ ആൾക്കാരെ കൊണ്ട്. നമ്മളെ ജീവൻ പണയം വെച്ചിട്ട് പോകുമ്പോൾ അതിന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് 6 മാസം തടവും 10,000 രൂപ പിഴയുമാണ് ശിക്ഷ.
കൊടുവള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്ന് RTO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം ഇവരുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. സംഭവത്തിൽ ആംബുലൻസ് ഡ്രൈവർ ഡേസൻ ഡിസൂസയുടെ പരാതിയിൽ കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും RTO അധികൃതർ കൂട്ടിച്ചേർത്തു. ന്യൂസ് 18 കാസർഗോഡ്. കണ്ണൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയെ പിടികൂടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കൊല്ലപ്പെട്ട ദിവ്യശ്രീയുടെ ഭർത്താവ് രാജേഷിനെ ബാറിൽ വെച്ച് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ ആണ് പുറത്തു വന്നത്. കണ്ണൂർ കരിവള്ളൂരിൽ പോലീസ് ഉദ്യോഗസ്ഥയായ ഭാര്യയെ വെട്ടിക്കൊന്ന ശേഷം രാജേഷ് മുങ്ങിയിരുന്നു. പുതിയ തെരുവിലെ ബാറിൽ രാജേഷ് ഉണ്ടെന്ന് രാത്രിയോടെ പോലീസിന് വിവരം ലഭിച്ചു. ഇത് സ്ഥിരീകരിച്ചതോടെ പോലീസ് അവിടെ എത്തി. കുതറിയോടാനുള്ള ശ്രമത്തിനിടെ നാടകീയമായി പിടികൂടൽ. ഇന്നലെ വൈകിട്ടാണ് നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം. ചന്തേര പോലീസ് സ്റ്റേഷനിലെ CPO ദിവ്യശ്രീയെ കരിവള്ളൂർ പലിയേരിയിലെ വീട്ടിലെത്തിയാണ് കൊലപ്പെടുത്തിയത്. ആക്രമണം തടയാൻ ശ്രമിച്ച ദിവ്യശ്രീയുടെ അച്ഛൻ വാസുവിനും ഗുരുതരമായി പരുക്കേറ്റു. വാസു കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിലാണ്. ദിവ്യശ്രീയും രാജേഷും തമ്മിൽ മാസങ്ങളായി കുടുംബ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. കണ്ണൂർ കുടുംബ കോടതി ഇവരുടെ വിവാഹമോചന കേസ് പരിഗണിച്ചതിന് പിന്നാലെയാണ് രാജേഷ് വീട്ടിലെത്തി കൊല നടത്തിയത്. ദിവ്യശ്രീ ശബരിമല ഡ്യൂട്ടിക്കായി രാത്രി 7 മണിക്ക് പോകാനിരിക്കെയായിരുന്നു കൊലപാതകം. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ദിവ്യശ്രീയുടെ സംസ്കാരം നടക്കും. ന്യൂസ് 18 കണ്ണൂർ. തൃശൂരിൽ ട്രെയിൻ തട്ടി സ്ത്രീ മരിച്ചു. കാസർഗോഡ് സ്വദേശിയായ റോസമ്മ വർഗീസാണ് മരിച്ചത്. മറ്റൊരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മുരിങ്ങൂർ ഡിവൈൻ നഗർ റെയിൽവേ സ്റ്റേഷൻ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. എറണാകുളം ഭാഗത്ത് നിന്ന് വന്ന ട്രെയിൻ തട്ടിയാണ് അപകടമുണ്ടായത്. കണ്ണൂർ ആയിക്കരയിൽ നിന്ന് കാണാതായ മത്സ്യബന്ധന ബോട്ട് കണ്ടെത്തി. അഴീക്കൽ ഭാഗത്തായാണ് ബോട്ട് കണ്ടെത്തിയത്. മത്സ്യത്തൊഴിലാളികളായ 4 പേരായിരുന്നു ബോട്ടിൽ ഉണ്ടായിരുന്നത്. കടലിൽ നിന്ന് ബോട്ട് തിരികെ എത്തിക്കുകയായിരുന്നു. ബോട്ടിന്റെ ഡ്രൈവർ മുജീബിന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായതിനെ തുടർന്നാണ് ബോട്ട് കുടുങ്ങിയത്. കഴിഞ്ഞ 17-നാണ് ഇവർ മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത്. തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് നാളെ മുതൽ ആരംഭിക്കും. ചൊവ്വ ശനി ദിവസങ്ങളിൽ രാവിലെ 7:15 പുറപ്പെട്ട് 8:05 കൊച്ചിയിൽ എത്തും. കൊച്ചിയിൽ നിന്ന് തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് പുറപ്പെട്ട് 11:50 തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം കൊച്ചി റൂട്ടിൽ ഇൻഡിഗോയുടെ പ്രതിദിന സർവീസിന് പുറമേ ആണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരം കഠിനംകുളം മരിയനാട് ഉൾക്കടലിൽ തുടർച്ചയായ 2ാം ദിവസവും തിമിംഗല ഛർദി കണ്ടെത്തി. 15 കിലോ തൂക്കം വരുന്ന തിമിംഗല ഛർദിയാണ് മത്സ്യബന്ധനത്തിനിടെ ഉൾക്കടലിൽ ഒഴുകുന്ന നിലയിൽ മീൻപിടുത്തക്കാർ കണ്ടെത്തിയത്. തിമിംഗല ഛർദി വനം വകുപ്പിന് കൈമാറി. കഴിഞ്ഞ ദിവസവും മരിയനാട് ഉൾക്കടലിൽ നിന്നും 17 കിലോയോളം ഛർദി കണ്ടെത്തിയിരുന്നു. ഈവനിങ് ഒരു 4 മണിയായപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. എന്തോ നമുക്കൊരു ഒരു വല്ലാതെ ഒരു ഫീലിംഗ് ആയിപ്പോയി. അത് കൊണ്ടുവരണം, കരയ്ക്ക് കൊണ്ടുവരണം, ഇങ്ങനെ ആൾക്കാരെ കാണിക്കണമെന്നുള്ളൊരു ചിന്തന ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ തന്നെ വേണ്ട അറിയപ്പെട്ട ആൾക്കാരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇപ്പോൾ പോലീസും കോസ്റ്റ് ഗാർഡും ആൾക്കാരൊക്കെ വന്ന് അവരാ രേഖയും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. 15 കിലോളം ഉണ്ടെന്നാണ് പറയുന്നത്. പാലക്കാട് വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കിഫ്ബിയിൽ നിന്നും 1,30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം. മുഹമ്മദ് മുഹസിൻ MLA പ്രവർത്തികൾ വിലയിരുത്തി. കെട്ടിടം അടുത്ത അധ്യയന വർഷം പൂർത്തിയാക്കാനാണ് ശ്രമം. 2 നിലകളിൽ ആയി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളാണ് സജ്ജമാക്കുന്നത്. ആലപ്പുഴ PWD റെസ്റ്റ് ഹൗസിലെ ബാത്റൂമിലെ കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു. ബാത്റൂമിൽ കയറിയ ആൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ലീഗൽ മെട്രോളജി തിരുവനന്തപുരം ജോയിന്റ് കൺട്രോളർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് GR രാജീവ് ആണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ ആണ് അപകടമുണ്ടായത്. ആലപ്പുഴ ഡെപ്യൂട്ടി കൺട്രോളർ ഓഫീസിൽ പരിശോധനയ്ക്ക് എത്തിയതായിരുന്നു രാജീവും സഹപ്രവർത്തകരും. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിൽ ക്ലോസറ്റ് തകർന്ന ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റിരുന്നു.
അകാലത്തിൽ വിട പറഞ്ഞ കലാകാരന്റെ ഓർമ്മയ്ക്കായി രൂപകൽപ്പനയുടെ ഉത്സവം സംഘടിപ്പിച്ച് സുഹൃത്തുക്കൾ. പാലക്കാട് കൂറ്റനാട് ഡിസൈനർ ആയിരുന്ന ജയൻ മന്ത്രിയുടെ ഓർമ്മയ്ക്കായാണ് ഈ വേറിട്ട ആശയം. വെള്ളിയാങ്കലിൽ മുഖത്തെഴുത്തോടെ ആരംഭിച്ച ഫെസ്റ്റിവൽ ഡിസംബർ 10 വരെ നീണ്ടു നിൽക്കും. നാടൻ കലാകാരന്മാരായ സുബ്രൻ, വിജയൻ പട്ടിശ്ശേരി എന്നിവരാണ് ഇതിന് പിന്നിൽ. അനുഷ്ഠാന കലാരൂപത്തിന്റെ മുഖത്തെഴുത്തോടെയാണ് ഫെസ്റ്റിവൽ ഓഫ് ഡിസൈന് തുടക്കമായത്. ഡിസൈനറായിരുന്ന ജയൻ മന്ത്രിയുടെ ഓർമ്മയ്ക്ക് ജയനൊപ്പം നടന്നവർ സംഘടിപ്പിക്കുന്ന രൂപകൽപ്പനയുടെ ഉത്സവം വെള്ളിയാങ്കലിൽ ഭാരതപ്പുഴ തീരത്താണ് നടക്കുന്നത്. ചലനം, കാഴ്ചവഴി, ചിത്രമെഴുത്ത്, ഫോട്ടോ വാക്ക്, പ്രഭാഷണങ്ങൾ, പ്രദർശനങ്ങൾ, അവതരണങ്ങൾ എന്നിവ രൂപകൽപ്പനയുടെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കും. ചിത്രകല, സിനിമ, പരസ്യകല എന്നിങ്ങനെ വിവിധ മേഖലകളിലെ രൂപകൽപ്പനയുടെ സവിശേഷതകളെക്കുറിച്ച് സംവാദങ്ങളും വർത്തമാനപത്രങ്ങളുടെ രൂപകൽപ്പനയും ചരിത്രവും വിഷയമാകുന്ന പ്രദർശനവും ഉത്സവത്തിന്റെ ഭാഗമാകും. രാജൻ, നീന്ദ്രരാജൻ, പ്രിനിൽ, ജിത് രാജ് എന്നിവർ മുഖത്തെഴുത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 പാലക്കാട്. മറക്കരുത് വയനാടിനെ. മുണ്ടക്കൈ ചൂരന്മല ദുരന്തത്തിൽ ഇരകൾ ആയവരുടെ പുനരധിവാസം തന്നെയാണ് സർക്കാരിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. നെടുമ്പാലയിലെ ഹാരിസൺസ് മലയാളം എസ്റ്റേറ്റ്, കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് എന്നിവിടങ്ങളിൽ ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചത് സാഹചര്യങ്ങൾ ഗുരുതരമാക്കുകയാണ്. ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ കണ്ടെത്തിയ ഭൂമികളിൽ ഒന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നെടുമ്പാല 7ാം നമ്പർ എസ്റ്റേറ്റ്. ഇവിടെയുള്ള 148 ഹെക്ടറിൽ 65 ഹെക്ടർ ഭൂമിയാണ് സർക്കാർ ടൗൺഷിപ്പിനായി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 4ാം വാർഡിലാണ് ഹാരിസൺസ് മലയാളത്തിന്റെ 7ാം നമ്പർ എസ്റ്റേറ്റ്. വലിയ കുന്നുകളും അപകട സാധ്യതകളിടങ്ങളുമൊന്നുമില്ലാത്ത മറ്റിടങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന നിരപ്പായ മേഖലയാണ് നെടുമ്പാല. മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ആയതുകൊണ്ട് ചൂരൽമല മുണ്ടക്കൈ നിവാസികൾക്ക് സൗകര്യപ്രദമായ ഇടം കൂടിയാണ് ഇവിടം. ഈ സ്ഥലത്തിന് പ്രത്യേകം വെച്ചാൽ നിറഞ്ഞ ഭൂമിയാണ് ഒന്ന്. പിന്നെ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് വെച്ചാൽ 1961 ഇവിടെ എൻ്റെ അപ്പൻ വന്നതാണ്. അന്ന് തൊട്ട് ഇന്ന് ഈ കാലം വരെ ഈ ഭൂമിയിൽ എവിടെയും ഒരു ഉരുൾപൊട്ടലോ വളരെ ഇടിച്ചിലോ ഒന്നുമില്ല. എന്നാൽ ഏത് എസ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്നാലും ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ഒരു ഭൂമിയാണ്. തോട്ടം തൊഴിലാളിക്ക് പണിയെടുക്കാൻ പറ്റിയ ഒരു ഭൂമിയാണ്. പക്ഷെ ഇപ്പൊ ഒരു വീട് വെച്ച് പാവങ്ങൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഒരു കുഴപ്പമില്ലാത്തൊരു ഭൂമിയാണ്. എന്നാൽ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയെ സമീപിച്ചതാണ് ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. എസ്റ്റൻ ടി എസ്റ്റേറ്റിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ് ദുരന്തബാധിതർക്ക് പുനരധിവാസത്തിനായി സർക്കാർ കണ്ടെത്തിയ മറ്റൊരു സ്ഥലം. 78 ഹെക്ടറിലധികം ഭൂമിയാണ് ഇവിടെ സർക്കാർ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്നാണ് ഈ പ്രദേശം. കൽപ്പറ്റയോട് ചേർന്നാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ്. ഏറെക്കാലമായി തൊഴിലാളി തർക്കത്തിലാണ് ഇവിടം. ഇവരും ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തെറ്റായ നിയമോപദേശത്തെ തുടർന്നാണെന്ന് MLA ടി സിദ്ദിഖ് പറഞ്ഞു. കോടതി വ്യവഹാരങ്ങൾ പുനരധിവാസം അനന്തമായി വേഗിപ്പിക്കും. സർക്കാരിന് സംസാരിച്ചാൽ ഉടമകളുമായി ഇത്ര കണ്ട് കുറയ്ക്കണം. എല്ലാ കാര്യങ്ങളും സർക്കാരിന് പറയാലോ. സർക്കാരാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൈകാര്യം ചെയ്യേണ്ട സിസ്റ്റം. സർക്കാരാണല്ലോ. സർക്കാർ ആ കാര്യം ഒരു ഉടമയായിട്ട് സംസാരിച്ചില്ല. അതിന് കളക്ടറെ ചുമതലപ്പെടുത്തിയില്ല. അതിന് നടപടികളെടുത്തില്ല. നേരെ കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യം പുനരധിവാസ പ്രവർത്തനത്തെ വൈകിപ്പിക്കുക. ഈ മാസം ഹൈക്കോടതി എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി പരിഗണിക്കുമെന്നിരിക്കെ സർക്കാർ തീരുമാനങ്ങൾ നിർണായകമാണ്. ഭൂമിയുടെ വില നിശ്ചയിച്ച് അത് കൈമാറി പുനരധിവാസം വേഗത്തിൽ നടപ്പാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഇതിനെല്ലാം കേന്ദ്ര സഹായം അനിവാര്യമാണ്. സർവ്വതും നഷ്ടമായ ജനങ്ങൾക്ക് സുരക്ഷിതമായ ഒരു മേൽക്കൂര എന്നത് അവകാശമാണ്. അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. ഇതിലുണ്ടാകുന്ന കാലതാമസം ദുരന്തബാധിതരായ ജനതയോട് ചെയ്യുന്ന അനീതിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ടുമാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കേരളം ഇതുവരെ കാണാത്ത ആവേശക്കാഴ്ചകൾ നിറഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം. കേരള രാഷ്ട്രീയത്തിൽ അതിനിർണായകമായ പാലക്കാടും ചേലക്കരയും. ചേലക്കരയിലെ ഇടതുകോട്ടയിൽ ഇത്തവണ അട്ടിമറിയുടെ സൂചനയുണ്ടോ? ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണ തുടർച്ചയുടെ സൂചനയോ ഭരണവിരുദ്ധ വികാരത്തിന്റെ അടയാളപ്പെടുത്തലോ?
പാലക്കാട് ആര് ജയിച്ചാലും അത് ചരിത്രമാകും. ഫലമേതായാലും 3 മുന്നണികൾക്കും നിർണായകം. വോട്ടെണ്ണലിന്റെ ഓരോ നിമിഷവും ആവേശകരമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളം കണ്ട അസാധാരണ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും? ഓരോ വോട്ടിംഗ് മെഷീൻ എണ്ണുമ്പോഴും തത്സമയ വിവരങ്ങൾ നൽകാൻ ന്യൂസ് 18. 2-1-3 രാവിലെ 6 മുതൽ തത്സമയം. ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. ശബരിമല തീർത്ഥാടനം ഒരാഴ്ച പിന്നിടുമ്പോൾ സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് ഉച്ചവരെ മാത്രം 45,000-ത്തിലധികം തീർത്ഥാടകർ മല ചവിട്ടി ദർശനത്തിന് എത്തി. മണ്ഡലകാലത്തെ ഏറ്റവും വലിയ തിരക്കിനാണ് ഇന്നലെ ശബരിമല സാക്ഷ്യം വഹിച്ചത്. വാരാന്ത്യം ആയതിനാൽ കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ ഭക്തർ സന്നിധാനത്ത് എത്തും എന്നാണ് കണക്കുകൂട്ടൽ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് മിൽമാഗി. വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം.